പക്ഷെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ക്യാൻസർ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഓക്കെ, അതായത് ഏതൊരു കാര്യം തുടങ്ങണം, അതായത് സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തിയാൽ മതി. പ്രോബ്ലംസ് ഇഷ്ടംമാതിരി ഉണ്ടെങ്കിലും അതിന് സൊല്യൂഷൻ കണ്ടെത്തിയാൽ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തീരും. ഓക്കെ, പക്ഷെ അത് എത്ര നാൾ ക്ലിയർ ചെയ്യാതിരിക്കുന്നു അത്ര നാൾ ആ ഒരു ക്യാൻസർ വലുതായി വരും. ഓക്കെ, അത് തന്നെയാണ് ഇപ്പൊ സബ് കോൺഷ്യസ് ക്യാൻസറിന്റെ ഏറ്റവും വലിയ പ്രൈമറി തിയറം. നമുക്ക് ഏറ്റവും വലിയൊരു ക്യാൻസർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ വന്ന ജാതി വേർപാട് തന്നെയായിരുന്നു. ഓക്കെ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ, അതിനുശേഷം പിന്നെ പണമുള്ള വേർപാട് വന്നു. ഓക്കെ, പണക്കാരൻ പണമില്ലാത്തവൻ, വെളുത്തവൻ കറുത്തവൻ, ഇതെല്ലാം ഇവിടെ നമ്മൾ കാണുന്ന ക്യാൻസേഴ്സ് ആണ്. ഈ ക്യാൻസേഴ്സ് നമുക്കുണ്ടാവും, നമ്മുടെ കുഞ്ഞിന് കൊടുക്കും, അവന്റെ കുഞ്ഞിന് കൊടുക്കും, അങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഓക്കെ അമിത്ഷാ എല്ലാം അല്ലേ നമ്മുടെ മന്ത്രിയാണ്, അപ്പൂപ്പനാണ്. പക്ഷെ ഇത് കുറ്റം പറയാൻ പറ്റില്ല, അതെല്ലാം 60, 70, 80 വയസ്സുണ്ട്, അവരെല്ലാം പ്രോഗ്രാംഡ് ആണ്, ആ ഒരു ക്യാൻസർ ബാധിച്ച രോഗികളാണ്. അതുകൊണ്ട് സഹതാപം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു സഹതാപമുള്ള ആ ഒരു രോഗി പറയുന്നു മുസ്ലിംസിന്റെ ഇത് കൂടുന്നു, ഹിന്ദുക്കൾ ഇത് കുറയുന്നു. ഓക്കെ, ഡൽഹിയിൽ ശ്വാസം മുട്ടി വരച്ചോണ്ടിരിക്കണേ ആ ഒരു ക്യാൻസർ രോഗി, ആ അപ്പൂപ്പൻ അവിടെ നിന്ന് സംസാരിക്കുമ്പോഴും അവിടെ ക്യാൻസർ പൊല്യൂഷനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും വലിയ കാര്യം, അതൊക്കെ പോട്ടെ, ശരീരമൊക്കെ നശിക്കട്ടെ. പക്ഷേ ഹിന്ദുക്കൾ കൂടാൻ പാടില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് കൂടാൻ പാടില്ല, മുസ്ലിംസ് കൂടാൻ പാടില്ല. അതോടൊപ്പം തന്നെ അവരുടെ പള്ളിയിലും ഈ പറയുന്ന അമ്പലങ്ങളിലും എല്ലായിടത്തും അങ്ങനെ പിന്നെ എടാ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ ക്യാൻസർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ക്യാൻസറിന്റെ മറവിലാണ് ആ ഒരു അദാനിയും അംബാനിയും ഈ പറയുന്ന അതേ ഡമ്മികളാണ് ഇവർ രണ്ട് ഡമ്മികള്. ഈ ഡമ്മികളെ വെച്ചുകൊണ്ട് ഈ പറയുന്ന എലോൺ മസ്ക്, ഡൊണാൾഡ് ട്രംപ്, ബിൽ ഗേറ്റ്സ് ഇവരെല്ലാം ഇങ്ങോട്ട് വാക്സിൻ ഒഴുക്കുന്നു, കോവിഡ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒഴുക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ശ്വാസം മുട്ടി മരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ക്യാൻസർ വരുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നശിക്കുന്നു. ഞാൻ ഉറപ്പ് പറയാം 5 വർഷം, ഓക്കെ ഇപ്പൊ തന്നെ മാക്സിമം എത്തിക്കഴിഞ്ഞു, ഇനി ഒരു 5 വർഷം കൂടി വിത്തൗട്ട് റിലാക്സ് കോഴ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി കണ്ടെത്തി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ അമ്മമാരും നമ്മുടെ പെങ്ങന്മാരും നമ്മുടെ അച്ഛനും എല്ലാവരും കുഴഞ്ഞുകൊണ്ട് മരിക്കുന്ന ഒരു വലിയൊരു യുദ്ധം അല്ലെങ്കിൽ വലിയൊരു അപകടം ഇവിടെ വരും. ഓക്കെ, അത് ചിലപ്പോൾ ന്യൂക്ലിയർ വാറിനെക്കാട്ടിയും വലുതായിരിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ വെച്ചിട്ടുള്ള ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഇട്ട അമ്മേനെ അറിയാൻ പറ്റില്ല, അച്ഛനെ അറിയാൻ പറ്റില്ല, പെങ്ങളെ അറിയാൻ പറ്റില്ല, അതുപോലെ മൃഗങ്ങളെ പോലെ സെക്ഷലി ആണെങ്കിലും അവരുടെ മൈൻഡ് മാറും. ഇതെല്ലാം അവർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, പക്ഷെ ഇതെല്ലാം ഇല്ലാതാക്കുന്നതാണ്. ക്യാൻസർ രോഗികളെ ഇപ്പം ഇനി ഭരിക്കണ്ട. ഓക്കെ, ഇനി ഭരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഭരിക്കണ്ട, ഫുൾ സ്റ്റോപ്പ് തന്നെയാണ്. കാരണം ഇവിടെ ഓക്കെ ഒന്ന് കേട്ടാൽ മതി, ഇവിടെ യാതൊരുവിധ ജോലിയില്ല. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫ്ലോപ്പായി. അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാവരും മദ്യത്തിനും ലഹരിക്കും അടിമ. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റം നമുക്ക് അതുകൊണ്ട് മദ്യവും മയക്കുമരുന്നെല്ലാം തരുന്നു. അങ്ങനെ നമ്മുടെ യങ്സ്റ്റേഴ്സ് എല്ലാം ഇല്ലാതാക്കുന്നു, ബ്രെയിൻ സെൽസ് എല്ലാം ഇല്ലാതാക്കുന്നു. ഇവിടെ പീഡനങ്ങൾ കൂടുന്നു. ഓക്കെ, കുഞ്ഞുങ്ങൾ 2 വയസ്സുള്ള കുഞ്ഞിനെ വരെയും പീഡിപ്പിക്കുന്നു. അപ്പൊ കോടതി വെറും ഓക്കെ അത് വേണ്ട. അപ്പൊ കോടതി എന്ന് പറയുന്നത് വേറെ ഒരു വേസ്റ്റ് ഓഫ് ടൈം, അതായത് ഒരു വേസ്റ്റ് ബാസ്കറ്റ് അല്ലെങ്കിൽ ഒരു അഴുക്കുചാലെന്ന് പറയാം. എന്നിട്ട് ആ വിഡ്ഢികൾ ഇങ്ങനെ ശ്വാസം മുട്ടി മരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ യാതൊരുവിധ ഇതില്ല. എന്നിട്ട് TV ആണെങ്കിലും പ്രോഗ്രാം ആണെങ്കിലും അല്ലെ ഒരുപാട് ലോണെല്ലാം തന്നെ നമ്മളിങ്ങനെ കുടുക്കി ഇടുന്നു. ഓക്കെ, ഇതെല്ലാം ഓക്കെ. അതോടൊപ്പം ബാങ്കിലെ പണവും പോയി, അത് തിരിച്ചറിയാത്ത ഒരുപാട് ആൾക്കാർ. ഓക്കെ, അപ്പൊ ഇതെല്ലാം ആ ഒരു പദ്ധതി തന്നെയാണ്, 2030 അജണ്ടയുടെ പദ്ധതി തന്നെ. ഓക്കെ, അപ്പൊ ഈ സിസ്റ്റം ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. ഓക്കെ, അംബാനി എല്ലാം ഗുരുവായൂർ വന്നിട്ട് 15 കോടിയെല്ലാം കൊടുത്തു. ഓക്കെ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടാക്കും. ഇനി വരാൻ പോകുന്ന കാലത്ത് ഒരുപാട് രോഗികൾ ഉണ്ടാവും. അപ്പൊ അതൊന്നും വേണ്ട. ഓക്കെ, അതെല്ലാം ഇല്ലാതാക്കും.